അപ്പൊ ഗൈസ് കൂലി ലോകേഷ് കനകരാജിന്റെ കൂലി എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഒന്നാന്തരം കുന്നംകുളം കൂലി. കാരണം ഇതൊരു ലോകേഷ് കനകരാജിന്റെ സിനിമ എന്നൊന്നും പറയാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം അത്രയ്ക്ക് വലിയ സംഭവമായിട്ടൊന്നുമല്ല ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബ്രാൻഡഡ് ഐറ്റങ്ങളൊക്കെ മേടിക്കില്ലേ? അപ്പോൾ ഈ ബ്രാൻഡഡ് ഐറ്റത്തിന്റെ അതേപോലെ ഇരിക്കുന്ന കോപ്പി കിട്ടും. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു കുന്നംകുളം. അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. വില കുറച്ചൊക്കെ കിട്ടുന്ന ലോക്കൽ സാധനങ്ങൾ. അപ്പോൾ അതുപോലെ എനിക്കിത് പറയാൻ തോന്നുന്നു. നല്ല ഒന്നാന്തരം കുന്നംകുളം കൂലി. അതാണ് ഈ സിനിമ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ കുന്നംകുളം കൂലി ചെയ്ത ലോകേഷ് കനകരാജ് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാനഗരം തൊട്ട് അങ്ങോട്ട് ആ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുയർന്നു പോവുകയാണ്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് മിസൈലും കാര്യങ്ങളൊക്കെ അയക്കുന്ന പോലെ പകുതി വഴിക്ക് വെച്ചിട്ട് സംഭവം ചീറ്റിപ്പോവും. പക്ഷേ എങ്കിൽ ഇത് വിടുന്നതിന് മുമ്പ് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ചെയ്ത് വിടുകയും ചെയ്യും. പക്ഷെ സാധനം ഓഡിയൻസിന്റെ അടുത്ത് എത്തുകയില്ല. അതായത് ഇന്ത്യയിലോട്ട് സാധനം മിസൈൽ എത്തുകയില്ല, വഴിക്ക് വെച്ച് തന്നെ പോകും. അതുപോലാണ് ഈ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞിരുന്ന 1000 കോടി അടിക്കും, അതുപോലെ ആരൊക്കെയോ തല മൊട്ടയടിക്കുമെന്നോ, അതുപോലെ ലോകേഷ് കനകരാജ് പറഞ്ഞത് ലോകേഷ് കനകരാജിന്റെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമയാണെന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പുള്ളിയുടെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശം സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഈ സിനിമയുടെ കഥയാണ് ഏറ്റവും വളരെ വീക്കായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ട് ശീലിച്ച അതേ ഒരു യൂണിവേഴ്സൽ, ഇത് LCU യൂണിവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല ആരും, അല്ലെന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും ഈ LCU യൂണിവേഴ്സിലുള്ള ഒരേ മേക്കിംഗ്, അതേ പാറ്റേണിലുള്ള ഒരു മേക്കിംഗ്, അത് തന്നെ നമുക്ക് ഭയങ്കര അരാജകത്വമായിട്ട് തോന്നുന്നു. അതിന് ഇതേപോലെ മേക്കിംഗ് ചെയ്തിട്ട് ഒരു സ്റ്റോറിക്ക് ഒരു സ്ട്രെങ്തും ഇല്ലാതെ അനിരുദ്ധിനെ കൊണ്ട് ഇങ്ങനെ മ്യൂസിക് കൊടുപ്പിച്ച് ആ പടം കയറ്റാനായിട്ട് ശ്രമിച്ചേക്കുകയാണ്. അതാണ് ശരിക്കും അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അനിരുദ്ധിന് എത്രത്തോളം ചെയ്യാൻ പറ്റും, പക്ഷേ അനിരുദ്ധിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറേ ഇടത്ത് അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ കുറേ ഇടത്ത് പാളിപ്പോയിട്ടുണ്ട്. പടത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ. ഈ ഡയറക്ടർമാരും രജനീകാന്തും ഒക്കെ വിചാരിക്കുന്നത് അനിരുദ്ധ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പടം ഹിറ്റാവുന്നതാണ്. പക്ഷെ അനിരുദ്ധ് മാത്രം വിചാരിച്ചാൽ എങ്ങനെ പടം ഹിറ്റാവുന്നത്? ഒരു പടം നന്നാണെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ്, കഥ അടിപൊളിയായിരിക്കണം, പിന്നെ നന്നായി ഡയറക്ഷൻ ചെയ്യുകയും ചെയ്യണം. ഡയറക്ഷൻ മോശമെന്ന് ഞാൻ പറയുന്നില്ല, പുള്ളി അത് പ്രൂവ് ചെയ്ത ഓൾറെഡി. പക്ഷെ കഥ വളരെ വീക്കായിരുന്നു. ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇത്രയധികം മൾട്ടി സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പടം ഒരുക്കാൻ എങ്ങനെ സാധിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എത്രത്തോളം ആൾക്കാർ ഇതിൽ മൾട്ടി സ്റ്റാർ ആൾക്കാർ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. ആമീർ ഖാൻ, രജനീകാന്ത്, ഉപേന്ദ്ര, അതുപോലെ സൗബിൻ, അതുപോലെ നാഗാർജുന, അങ്ങനെ ഒരുപാട് പേര് വന്ന് അഭിനയിച്ചു. പക്ഷേ പടം ചീറ്റി പോയിട്ടുണ്ട്. ഇത്രയും വലിയ കാസ്റ്റ് കിട്ടിയിട്ടും ലോകേഷിന് ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ തന്നെ ഒരു പരാജയമാണ് കേട്ടോ. സിനിമയിലേക്ക് വരുമ്പം സിനിമയുടെ ഇൻട്രോ ഭാഗം, അതായത് ടൈറ്റിലും അത് കഴിഞ്ഞ് വരുന്ന കുറച്ച് ഭാഗം കഴിയുന്നിട വരെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു പ്രതീക്ഷ വരും. പക്ഷേ പടം പോകെ പോകെ വളരെ ഡൗൺ ആയിട്ട് വരും. സെക്കൻഡ് ഹാഫിലെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ച് നമ്മൾ അവിടെ ഇരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ ശോകമായിരുന്നു. ഫുൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള തിയേറ്ററിലാണ് കേട്ടോ സിനിമ കണ്ടത്. എന്നിട്ട് പോലും അതിനകത്ത് ആർക്കും ഒരു പ്രത്യേകിച്ച് വികാരമൊന്നും ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, നോർത്ത് ഇന്ത്യയിൽ നല്ല വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആക്ടറായിട്ടുള്ള ആമീർ ഖാനെ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയി. കാരണം ലാസ്റ്റ് വന്നൊരു പടം, 2 പടങ്ങൾ ഫ്ലോപ്പ് ആയിരുന്നു. ഒരുപാട് കാലമായി അദ്ദേഹം പടം ചെയ്തിട്ട്. അവിടെ ഫീൽഡ് ഔട്ടായ ഒരു മനുഷ്യനെ ഇവിടെ വിളിച്ചു വരുത്തി സൗത്ത് ഇന്ത്യയിലും ഫീൽഡ് ഔട്ടാക്കിയ ലോകേഷ് കനകരാജിനെ നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ. ആമീർ ഖാനെ കൊണ്ടുവന്ന് അട്ടർ കോമഡി പീസാക്കി കളഞ്ഞു. കുറേ ശരീരത്തിൽ ടാറ്റു ഒക്കെ അടിച്ചിട്ട് അവിടെ ഇവിടെ 2 വെടിയും പുകയൊക്കെ കാണിച്ച് എന്തിനാണ് അദ്ദേഹത്തിന് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആമീർ ഖാൻ പറഞ്ഞത് ഈ സ്റ്റോറി പോലും കേട്ടിട്ടില്ല, രജനീകാന്താന്ന് പറഞ്ഞപ്പോൾ തന്നെ അഭിനയിച്ചെന്നായി. ഇനി അദ്ദേഹം സ്റ്റോറി കേൾക്കാതെ ഒരു പടം പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പടം അദ്ദേഹം ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഒരു കോമഡി പീസായി കളഞ്ഞു ആമീർ ഖാനെ. പിന്നെ ഉപേന്ദ്ര, കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്രയാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഇൻട്രോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ കുറച്ച് രംഗങ്ങളുണ്ട് നമ്മളെ ത്രസിപ്പിക്കുന്ന, അതിലൊരു രംഗം കൂടിയാണ് ഇത്. ഉപേന്ദ്ര അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രോ പോർഷൻ മാത്രം. ബാക്കി അങ്ങോട്ട് പാസും അതുപോലെ ഭയങ്കര ഭയഭക്തിയും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു ജയിലർ സെറ്റപ്പാണ് ഇതിൽ ലോകേഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ നെൽസന്റെ അത്രയും നടന്നില്ല പരിപാടി. രജനീകാന്ത് എന്നൊരു ആക്ടറെ ഈ ജയിലറിലെ പോലെ അത്ര അങ്ങോട്ട് ഈ പടത്തിലേക്ക് എത്തിക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടില്ല. ഉപേന്ദ്രയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് നാഗാർജുന. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു നാഗാർജുനയുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റ് വരില്ല. കാരണം നാഗാർജുനയുടെ പോർഷനൊക്കെ അദ്ദേഹം അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. രജനീകാന്തിനെക്കാട്ടിൽ നന്നായിട്ട് സ്ക്രീൻ പ്രസൻസും കൂടുതൽ അടിപൊളി
അടിപൊളി രംഗങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നത് നാഗാർജുനൊക്കെയാണ്. പിന്നെ പറയേണ്ട ഒരു ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അട്ടർവേഷം എന്ന് വിചാരിച്ചിരുന്ന ശ്രുതിഹാസനായിരുന്നു. കാരണം ഒരുപാട് സിനിമകളിലൊക്കെ മിക്ക സിനിമകളിലും ശ്രുതിഹാസൻ വളരെ ഫ്ലോപ്പായിരിക്കും ആക്ടിംഗ് ലെവൽ. പക്ഷേ ഈ സിനിമയിൽ ശ്രുതിഹാസൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ട് രംഗങ്ങളൊക്കെ വളരെ തന്മയത്തോടെ അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ശ്രുതിഹാസൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിനിലേക്ക് വരികയാണെങ്കിൽ സൗബിൻ്റെ ഇൻട്രോ പോർഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പോകെ പോകെ ഇതൊരു ശരിക്കും ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സൈക്കിക് ആയിട്ടൊരു വില്ലൻ ക്യാരക്ടറാണ് സൗബിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് ചെയ്യാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കയറി അദ്ദേഹത്തെ പോയിട്ട് അടിച്ചതിൻ്റെ പകുതി പോലും സിനിമയിൽ സംഭവം വന്നിട്ടില്ല. അതിനുള്ള സ്കോപ്പ് ഒന്നും ആ സിനിമയിലില്ല. എങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വേഷം വലിയ തെറ്റില്ലാതെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഴയ കലാഭവൻ മണിയുടെ ജെമിനിയിലൊക്കെ വന്ന് വില്ലനായിട്ടില്ല, അതുപോലെ ലാസ്റ്റ് ജയിലറിൽ വിനായകനൊക്കെ വില്ലനായിട്ട് വന്നില്ല. ആ ഒരു ലെവലൊക്കെ പ്രതീക്ഷിച്ചു പോയാൽ അതിൻ്റെ പകുതിയുടെ പകുതി പോലും പെർഫോം ചെയ്യാനായിട്ട് സൗബിനില്ല. അതിൻ്റെ പകുതിയുടെ പകുതി പോലും സൗബിൻ പെർഫോം ചെയ്തിട്ടുമില്ല. പിന്നെ മാത്രമല്ല സിനിമയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അമീർ ഖാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കഥ കൂടിയാണ്. അതുപോലെ ഈ മോണിക്ക എന്നുള്ള ഒരു സോങ് ഈ സിനിമയിൽ വരുമ്പോൾ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ അത് മാത്രമായി യൂട്യൂബിൽ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയിരുന്നു. പക്ഷേ സിനിമയിൽ വരുമ്പോൾ അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല. അത്ര വലിയ നല്ലൊരു പ്ലേസിലൊന്നുമല്ല ഈ സോങ് അവരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ LCUവിൽ ഉള്ള അതേ സിനിമാറ്റോഗ്രാഫി വർക്കാണ് ജോമോട്ടോജിയാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. അതേ ഷോട്ടും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പുതുമ ഒന്നുമില്ല കേട്ടോ ഈ സിനിമയിൽ. പിന്നെ LCU യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയേ അല്ലത്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ആൾക്കാർ ഈ സിനിമ കാണാനേ വരണ്ട. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോകേഷ് കനകരാജ് സിനിമയാണെന്ന് കരുതി നിങ്ങൾ തിയേറ്ററിലോട്ട് വരണ്ട. ഒരു പുതുമുഖ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് കരുതി നിങ്ങൾക്ക് തിയേറ്ററിലോട്ട് വന്നാൽ വൺ ടൈം വാച്ചബിളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അട്ടർ നിരാശയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു ക്വാളിറ്റിയുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് AI. അതായത് ഈ മെയിൻ ആൾക്കാരുടെയൊക്കെ ചെറുപ്പകാലം ചെയ്തിരിക്കുന്ന AI-യിലൂടെയാണ് കേട്ടോ. AI ഏറ്റവും പെർഫെക്റ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാന്ന് പറയും. കാരണം അത്രത്തോളം ക്വാളിറ്റിയാണ്, അത്രത്തോളം നന്നായിട്ട് വെൽ മേക്കിങ് അവർ ഈ AI ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ബാബുരാജാണ് കേട്ടോ. ബാബുരാജ് പണ്ടൊക്കെ മലയാള സിനിമയിൽ അഭിനയിച്ച് സകല ആൾക്കാരുടെ ചെറിയത് മുതൽ വലിയ ആൾക്കാരുടെ ഇടിയും ചവിട്ടും കുത്തും ഒക്കെ കൊള്ളാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോഴും കുറച്ചു കാലമായിട്ടാണ് അദ്ദേഹത്തിന് നല്ല റോളൊക്കെ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ നല്ല റോള് കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്തിനാണ് തമിഴിൽ പോയിട്ട് അവന്മാരുടെ ചവിട്ട് മേടിക്കുന്നത് എനിക്കറിയില്ല. ഒരൊറ്റ ഡയലോഗില്ല, അതുപോലെ ഒരു നല്ലൊരു അഭിനയ മുഹൂർത്തമില്ല. വെറുതെ അടിമേടിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടർ. തമിഴ്നാട്ടിൽ പോയിട്ട് അടിമേടിക്കുന്ന ഒരു മലയാളി ആക്ടർ. എന്തിൻ്റെ ആവശ്യം? ഇത്ര നല്ല ഒരു പൊസിഷനിൽ മലയാളത്തിൽ നിൽക്കുമ്പോൾ ഇയാൾ എന്തിനാ പോയിട്ട് തമിഴ്നാട്ടിൽ പോയി അവിടുന്ന് അടി മേടിച്ചിട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവിടെ പോയി അടി കൊണ്ടു തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അതുപോലെ പടം എൻഡ് ചെയ്യുമ്പം ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഹിൻ്റൊക്കെ ഇട്ട് തരുന്നുണ്ട്. ഈ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം ആരും കാണുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അവരതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. സക്സസ് ആയാൽ ഒരു പക്ഷേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പടം ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം കുന്നുംകുളം ലോകേഷ് പണ്ണൽ അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട്. എങ്കിലും നിങ്ങൾ ഇത് OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പകുതി പോലും ഇഷ്ടപ്പെടുമല്ലോ കേട്ടോ. അത്യാവശ്യം കൊള്ളാം, അത്ര തന്നെ. ഒരു പടം ഒരു വൺ ടൈം വാച്ചബിളാണ് ഈ സിനിമ പോയി കഴിഞ്ഞാൽ. പക്ഷേ ലോകേഷ് കനകരാജിനെ പ്രതീക്ഷിച്ച് പോവുകയും ചെയ്യല്ലേ. നിങ്ങൾ ഇതിന് മുന്നേ കണ്ട ജയിലർ പ്രതീക്ഷിച്ച് പോവുകയും ചെയ്യല്ലേ. LCU യൂണിവേഴ്സ് പ്രതീക്ഷിച്ച് പോവുകയും ചെയ്യല്ലേ. അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അവരെന്താണോ മേക്ക് ചെയ്യാൻ, അവരെന്താണോ അവരുടെ ഓഡിയോ ലോഞ്ചിനും കാര്യങ്ങൾക്കൊക്കെ തള്ളി വിട്ടത് അതിൻ്റെ പകുതിയുടെ പകുതി പോലും സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിളാണ് ഈ മൂവി.